LG കായം ഇപ്പോൾ 20% മോർ കായം എന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും. എന്തെല്ലാം രീതിയിൽ കണ്ണനെയും മഹാലക്ഷ്മിയെയും വേർപിരിക്കാൻ നോക്കി മോളെ. എന്നിട്ട് എന്തെങ്കിലും ഗുണം ഉണ്ടായോ? തിരിച്ചടികളല്ലാതെ. ഇനിയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി അവളെ സ്നേഹിച്ചുകൂടെ? അമ്മ അത്ര സംസാരങ്ങളൊക്കെ നിർത്ത്. അമ്മയുടെ പിറന്നാളായതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അല്ലെങ്കിലേ അവിടെ തന്നെ അവർക്കൊപ്പം ശ്വാസം മുട്ടിയാ കഴിയുന്നേ. ഇന്നേതായാലും അവര് വന്നിട്ട് പോവുമല്ലോ, ഇവിടെ താമസിക്കത്തൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് പോണം. ഞാനേ 2 ദിവസം ഇവിടെ നിക്കാന്നും പറഞ്ഞാ വന്നത്. കണ്ണൻ അങ്ങനെ നിൽക്കൊന്നുമില്ല. ഇന്നലെ തന്നെ അവളെ ഇവിടെ നിർത്തിയത് ഭാഗ്യം. ലക്ഷ്മി ഇവിടെ നിൽക്കുന്നത് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷാണല്ലോ. ലക്ഷ്മി മാത്രല്ല, മോള് നിൽക്കുന്നതും അമ്മയ്ക്ക് സന്തോഷം തന്നെയാ. മോളിവിടെ നിന്നാ മോൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ ഉണ്ടാക്കി തരുമല്ലോ. എങ്കിലേ ഞാൻ നിൽക്കുന്നത് പോലെ അല്ല ലക്ഷ്മി നിൽക്കുന്നത്. മോളിവിടെ നിന്ന് കഴിഞ്ഞാലേ മോളെ കൈവെള്ളയിൽ കൊണ്ടു നടക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്. എന്നാ ലക്ഷ്മിയുടെ കാര്യം അങ്ങനെയാണോ? അവൾക്കിപ്പോ എന്താ കുഴപ്പം? അവളെ കൈവെള്ളയിലും കാൽവെള്ളയിലും കൊണ്ടു നടക്കുക. പക്ഷേ കാലിന് സ്വാധീനില്ലെന്നേ ഉള്ളൂ. അല്ലെങ്കിലേ അയാൾ അവളെ തലയിൽ വെച്ചോണ്ട് നടന്നേനെ. ഇതുപോലൊരു പെൺകോന്തനെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ല. ആണ് പെണ്ണിനെ സ്നേഹിച്ച അതെങ്ങനെയാ മോളെ പെൺകോന്തനാവുന്നത്? പക്ഷേ ഇതങ്ങനത്തെ സ്നേഹമൊന്നും അല്ല. പിന്നെ അങ്ങനെ സ്നേഹിക്കുന്നതിനൊരു കാര്യമുണ്ട്. അവൾക്ക് ഈ ജന്മം ഒരു കുഞ്ഞ് ജനിക്കാത്തോണ്ട് അവൾ അയാളുടെ കൈവിട്ട് പോവെന്നൊരു പേടി ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ സ്നേഹിച്ചു കൊല്ലുന്നത്. കല്യാണം കഴിഞ്ഞ 1 വർഷം പോലും ആയിട്ടില്ലല്ലോ. കുറച്ചുനാൾ ഇങ്ങനെയൊക്കെ അങ്ങ് പോവും. പിന്നെ എന്റെ കുഞ്ഞ് ജനിച്ച് ഞാൻ അതിന് താരാട്ട് പാടുന്നൊക്കെ കാണുമ്പോ അവൾക്കും ചില മോഹങ്ങളൊക്കെ ഉള്ളില് പൊട്ടി മുളയ്ക്കും. അതോടെ അവൾ അയാളെ കളഞ്ഞിട്ടങ്ങ് പൊയ്ക്കോളും. അതിനു മുൻപ് ഇതുപോലെ ഭ്രാന്തമായിട്ടങ്ങ് സ്നേഹിക്കട്ടെ. എന്നാലല്ലേ അവള് വിട്ടു പോകുമ്പോ ഹൃദയം പൊട്ടി മരിക്കാൻ പറ്റൂ. എടാ, ഈ കരുണ പറയുന്ന പോലെ വല്ലതും നടക്കുവോ? പാൽപായസം ഇഷ്ടപ്പെടുന്ന ഏട്ടത്തി ഇന്നത് കുടിക്കുമെന്നാണ് കരുണ തറപ്പിച്ച് പറയുന്നത്. അങ്ങനെ അത് കുടിക്കുകയാണെങ്കിൽ അവരുടെ കാര്യം പോക്കാം. കുടിച്ചില്ലെങ്കിലോ? അതേ പറ്റിയൊന്നും എനിക്കറിയില്ല. എടാ, പൂജാമുറിക്കകത്തിരിക്കുന്ന ആ അയ്യപ്പ വിഗ്രഹത്തിന്റെ ശക്തിയെക്കുറിച്ച് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? അതിവിടുന്ന് പോവാതെ അവളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലടാ. ചെയ്യാൻ പറ്റൂ ഇല്ലയോ എന്ന് ഇന്ന് നമുക്ക് തീരുമാനിക്കാം. ഇനി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ വിഗ്രഹം നമുക്ക് അവിടുന്ന് എടുത്ത് മാറ്റാം. അയ്യോ, വേണ്ട വേണ്ട. എടാ, ആ വിഗ്രഹം അവിടുന്ന് മാറ്റാൻ ശ്രമിച്ചതുകൊണ്ടാ നമുക്ക് ഈ തിരിച്ചടികളൊക്കെ ഉണ്ടായത്. ഡാ, ഇതിനിടയ്ക്ക് എന്തെല്ലാം സംഭവിച്ചടാ. നിന്നെ കമ്പനിയിൽ തരം താഴ്ത്തിയില്ലേ? എന്റെ ഏട്ടൻ നടു പിടിച്ച് വീണില്ലേ? അതിലൊക്കെ ഉപരി നിന്റെ പെങ്ങള് വേറൊരുത്തന്റെ ഒപ്പം ഒളിച്ചോടി പോയില്ലേ? ശരി അമ്മ പറഞ്ഞത്. മഹാലക്ഷ്മി ഈ വീട്ടിലേക്ക് കയറിയ ശേഷം അവളെ മഹാലക്ഷ്മി കനിഞ്ഞു. നമ്മുടെ സർവ്വ ഐശ്വര്യം പോയി. വല്ലാത്തൊരു വിധി തന്നെയാടാ അത്. അതിന്റെ ഇടയ്ക്കാ ഒരുത്തന്റെ വലതുകാലും ഇടതുകാലും ഒക്കെ അങ്ങ് ചലിച്ചു തുടങ്ങിയത്. അവൻ ഇനി മഹാലക്ഷ്മിക്കൊപ്പം നടന്നു തുടങ്ങിയാലേ പിന്നെ നിനക്ക് മാത്രമല്ല അവനും ജനിക്കും ഒരു കുഞ്ഞ്. അതൊന്നും നടക്കാത്ത കാര്യമാണമ്മേ. എന്തുകൊണ്ടാടാ നടക്കത്തില്ലെന്ന് നീ പറയുന്നത്? കണ്ണന്റെ കല്യാണം നടക്കുമെന്ന് നമ്മൾ സ്വപ്നത്തിലെങ്കിലും വിചാരിച്ചതാണോ? എന്നിട്ടത് നടന്നില്ലേ? അതുപോലെയല്ല കുഞ്ഞുങ്ങളുടെ കാര്യം. അയാൾ ഈ ജന്മം മുഴുവൻ കുഞ്ഞുങ്ങളില്ലാതെ ജീവിക്കും. അയാൾക്ക് അങ്ങനെ ഒരു കുടുംബം ഉണ്ടാവില്ല. ചിലപ്പോ അയാളുടെ ഭാര്യയ്ക്കൊന്നും സംഭവിച്ചില്ല എന്ന് വരാം. പക്ഷേ ആ ഭാര്യ പ്രസവിക്കില്ല അമ്മേ. പ്രസവിക്കാത്തവളെ ഇനി കുഞ്ഞുങ്ങളെ ഒന്നും ദത്തെടുത്ത് വളർത്താതിരുന്നാ മതിയായിരുന്നു. ഇന്നത്തെ ദിവസം കരുണയെ അവളുടെ മുത്തശ്ശിയും വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടന്നാ നമുക്ക് പിന്നെ പേടിക്കാനൊന്നുമില്ല.
അതൊരു പോലീസ് കേസായാൽ അവളുടെ അച്ഛനും മുത്തശ്ശിയും ജയിലിൽ പോയി കിടന്നോളാന്നാ പറയുന്നത്. അവിടെയും നമ്മൾ രക്ഷപ്പെടും. പക്ഷേ കണ്ണനെയും പിന്നെ അനന്തുവിനെയും ആ ഗുണ്ടയെയൊക്കെ പേടിക്കണോടാ. ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് മാർക്കോ എന്ന് പറയുന്നവനെയാ. ഏട്ടത്തി വീണ് കഴിഞ്ഞാ പിന്നെ മേഘയാണ് ഞാനും കൂടി അവനെയൊക്കെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയിരിക്കും. മുന്നിലൂടെയല്ല, പിന്നിലൂടെ. പറ്റിയ അവസരമാ. നിമിഷ നേരം കൊണ്ട് കാര്യം നടത്തണം. പിടിക്ക, ഇതങ്ങോട്ടിട. ഓ, ഇങ്ങനെയല്ല, ഇങ്ങോട്ടാ, മാറുന്നില്ല അങ്ങോട്ടാ. മരുന്നുണ്ടോ നോക്കാം. കലങ്ങട്ടെ, നന്നായിട്ട് കലക്ക്. ഇനിയേ ആസ്വദിച്ചങ്ങോട്ട് കുടിക്കട്ടെ. എന്നിട്ട് സദ്യയും കഴിച്ച് രാത്രി കേക്ക് മുറിക്കട്ടെ. നാളെ മുതലേ നീ നമ്മുടെ ദിവസമാണ്. അയ്യോ, അത് അടച്ചില്ല. അയ്യോ, അത് മറന്നുപോയി. വാ 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 വാ. എന്താവോ എന്തായി മുത്തശ്ശി? എല്ലാം ഡബിൾ ഓക്കെയാ. ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി മോള് വെറുതെ കയറി അതൊക്കെ എടുത്ത് കുടിക്കാതിരുന്നാ മതി. അയ്യോ മോളെ, അബദ്ധമൊന്നും കാണിച്ചേക്കല്ലേ. ഈ മരുന്നിന് മറുമരുന്നുണ്ട്. അതെടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അകത്ത് ചെല്ലുന്ന മരുന്നിന്റെ വീര്യം കുറയും. പക്ഷേ നമ്മുടെ മോൾ ഇതെങ്ങാനും അബദ്ധവശാലെടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ മോൾക്ക് രക്ഷപ്പെടാം. കുഞ്ഞിന്റെ കാര്യം പിന്നെ സംശയമാണ്. ഞാൻ കുടിക്കാതിരുന്നാലും ആരും എന്നെ സംശയിക്കാനൊന്നും പോകുന്നില്ല. പായസം ഫ്രിഡ്ജിൽ വെച്ച് തണുത്തുറഞ്ഞ ശേഷമേ ഞാൻ കുടിക്കാറുള്ളൂ. അത് അമ്മയ്ക്കും ലക്ഷ്മിക്കും ഒക്കെ അറിയാം. അതാണ്. പിന്നെ ഞാനിപ്പോ പായസം അമ്മ കാണെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചത്. അതുകൊണ്ട് ഇനി ഞാൻ എന്താ പായസം കുടിക്കാത്തെന്നുള്ള സംശയമൊന്നും ഉണ്ടാവത്തില്ല. നമുക്ക് പഞ്ചസാരയുടെ അസുഖമുള്ളതുകൊണ്ട് നമ്മളെ ആരും സംശയിക്കത്തുമില്ല. എത്തി എത്തി എത്തി. ആ മേഘം പറഞ്ഞായിരുന്നു അവന്റെ ഇടത്തെ കാല് ചലിക്കുന്നുണ്ടോന്നൊരു സംശയം ഉണ്ടെന്ന്. അതും ഈ മോളും ദുർഗയൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അതുകൊണ്ട് ശരിക്കും ഒന്ന് നോക്കിക്കോണം. ലക്ഷ്മിക്കൊപ്പം അവനോട് പായസം കഴിക്കല്ലേ? പിന്നെന്തോന്ന് നോക്കാനാ? ഓ, അത് ശരി, അത് ശരി.
പിറന്നാളുകാരുടെ മോളും മരുമോനും എത്തി കൃത്യസമയത്ത് തന്നെ. മോളെ മോനെ വാ വാ. വാ വാ ഇത് വാ. കണ്ണോ, ഇത്തവണ വൈദ്യന്റെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും മെച്ചം ഉണ്ടോ? വലതുകാല് പഴയതുപോലെ ചലിക്കുന്നുണ്ട്. ഇടതുകാല് അങ്ങനെ തന്നെ. വിരലുകൾ പോലും അനക്കാൻ കഴിയുന്നില്ല. സ്പർശനവും കിട്ടുന്നില്ല. ഭാഗ്യം. ഭാഗ്യോ? അങ്ങനെയല്ല പ്രതാപ, ഭാഗ്യ ദോഷമെന്നാണ് ഞാൻ പറയാൻ വന്നത്. കണ്ണ, ഇത്രയും ദിവസം അവിടെ പോയി കിടന്നിട്ട് ഒരു ചെറിയ മാറ്റം പോലും ഇല്ലല്ലോ. അതെ, നേരത്തെ കണ്ണേട്ടനെ ഏതോ ഗുണ്ടകൾ കൊല്ലാൻ ശ്രമിച്ചപ്പോഴല്ലേ കണ്ണേട്ടന്റെ വലതുകാലിന് സ്വാധീനം കിട്ടിയത്. അല്ലാതെ തോമസ് വൈദ്യന്റെ മരുന്ന് കഴിച്ചിട്ട് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അതെ അതെ. പിന്നെ എന്തിനാ കണ്ണ എല്ലാ മാസവും വെറുതെ അങ്ങോട്ട് പോകുന്നേ? ഇനി വേറെ എവിടെങ്കിലും പോയി ചികിത്സിപ്പിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ തന്നെ അയാൾക്ക് പഴയ സ്ഥിതിയൊന്നുമില്ല. ഇപ്പൊ മുടിയും നരച്ച കണ്ണും കാണത്തില്ല. ചിലപ്പോ മരുന്നൊക്കെ കലക്കി തരുന്നത് മാറിപ്പോയെന്ന് വരും. അദ്ദേഹത്തെ ഞങ്ങക്ക് നല്ല വിശ്വാസാ. ഓ, അതുകൊണ്ട് കുറച്ചു കാലം കൂടി പോവാൻ തന്നെയാ തീരുമാനം. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഇയാളുടെ ഒരു സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയാ പോകുന്നത്. അല്ല, കണ്ണന് കാശുള്ളതുകൊണ്ട് ഇവക്ക് പിന്നെ ആ ഭാഗത്തെ പറ്റി ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അത് തന്നെ. പോരാത്തതിന് കുട്ടികളും ഇല്ല. പിന്നെ ആർക്ക് വേണ്ടിയാണ് ഈ പണമൊക്കെ സമ്പാദിച്ചു കൂട്ടുന്നത്? അതുകൊണ്ട് അമേരിക്ക കൊണ്ടുപോയി വേണമെങ്കിൽ ചികിത്സ നടത്താം. അമ്മയുടെ പിറന്നാളായിട്ട് ഇത്തരം സംസാരങ്ങളൊക്കെ ഒന്ന് നിർത്തണേ മുത്തശ്ശി. അല്ല മോളെ, ഞാൻ പറയാനുള്ളത് പറഞ്ഞതേ ഉള്ളൂ. ആ അമ്മ പാൽപ്പായസം കിട്ടിയില്ലേ അമ്മ? ആ കിട്ടി മോളെ. അടുക്കളയിൽ ഇരിപ്പുണ്ട്, മോള് വാ. ചെല്ല് ചെല്ല്, ചെന്നപാട് കുറച്ചെടുത്തങ്ങ് കുടിക്ക്. എന്നിട്ട് കമലേശ്വരത്തെ മൂരാച്ചിയായ വല്യേട്ടനും അതിലൊരു പങ്ക് കൊടുക്ക്. കേട്ടോ വേണ, വലിയ പാൽപ്പായസം കൊതിച്ചാ പോയത്. മോളും അങ്ങനെ തന്നെയാ. ആ പിന്നെ ഇവക്കൊരു കുഴപ്പമുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച് തണുത്തുറഞ്ഞാലേ ഇവള് പായസം കുടിക്കും. ആ, മൊത്തത്തിൽ കരുണയുടെ സ്വഭാവത്തിലും ആ തണുപ്പൊക്കെ ഉണ്ട്. ഇന്നവന് മനസ്സിലാകും മോളുടെ സ്വഭാവം തണുത്തതല്ല, നല്ല ചുട്ടുപൊള്ളുന്ന ചൂടാണെന്ന്. ആ ദേ ഇരിക്കുന്നു മോളുടെ പാൽപ്പായസം. എവിടെ? എന്താ മണം! ഇത് പകുതിയേ ഉള്ളല്ലോ. ബാക്കി എല്ലാരും കുടിച്ചോ അമ്മേ? ഞങ്ങളൊക്കെ കുടിച്ചായിരുന്നു. പിന്നെ അതിന്റെ നേർ പകുതി ഒരു ബൗളിലാക്കി കരുണത ഫ്രിഡ്ജിൽ വെച്ചിരിക്കുക. ഓ, അവൾക്ക് തണുത്ത പായസമാണല്ലോ ഇഷ്ടം. ഈ സമയത്ത് തണുത്തത് കുടിക്കണ്ടെന്ന് പറഞ്ഞതാ, പക്ഷെ അവള് കേൾക്കണ്ടേ. അവൾക്ക് ഇഷ്ടമുള്ളതല്ലേ അമ്മ ഈ സമയത്ത് കുടിക്കേണ്ടത്. ആ മോളത് ചൂടോടെ കണ്ണിന് കൊണ്ട് കൊടുക്ക്. ആ അതിനാ പോകുന്നത്.
നമ്മൾ പറഞ്ഞു ജയിച്ചതുകൊണ്ട് സ്പെഷ്യൽ പായസം ആണോ? അതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞിട്ടും അവള് സമ്മതിച്ചില്ല. ഒരു ഗ്ലാസ് എന്നെ കൊണ്ട് കുടിപ്പിച്ചു. ഒരു ഗ്ലാസ് കൂടി കുടിക്കാമേ? അയ്യോ വേണ്ട മോളെ, അമ്മയുടെ പിറന്നാൾ പായസല്ലേ, അപ്പൊ ഒന്നുകൂടെ കുടിച്ചൂടെ? ഒരു ഗ്ലാസ് കുടിച്ചല്ലോ, അത് മതി. ഇനി നിങ്ങൾ കുടിച്ചോ. കുടിച്ചു തുടങ്ങിക്കഴിഞ്ഞാ പിന്നെ ശകലം പോലും ബാക്കിയാണില്ല. വേണ്ട, നിങ്ങൾ കുടിച്ചോ. ശരി അമ്മ. നോക്കട്ടെ. എന്തായി? ഇനിയിപ്പോഴേ ഉടനെ ഒന്നും നമുക്ക് ആർക്കും അങ്ങോട്ട് പോകണ്ട. കുടിക്കട്ടെ, കുത്തിയിരുന്ന് കുടിക്കട്ടെ. അല്ലെങ്കിലേ അവള് ചിലപ്പോ പായസമായിട്ട് വരും മോക്ക് തരാൻ. ഞാൻ തണുത്ത പായസേ കുടിക്കുള്ളൂന്ന് അവൾക്കറിയാലോ. എങ്കിലും നിർബന്ധിച്ച് ഒരു ഗ്ലാസ് മോളെ കുടിപ്പിച്ചാലോ? ചിലപ്പോ അമ്മയുടെ പിറന്നാളായിട്ട് നിന്റെ അമ്മ ചേച്ചി കുടിച്ചതിന്റെ പകുതി നീ കുടിക്കാൻ പറഞ്ഞാലോ? അങ്ങനെ ചെയ്യത്തില്ലെന്ന് പറയാൻ പറ്റുമോ മോളെ? പിന്നെ പൊന്നുമോളെ, നിന്റെ വയറ്റിലൊരു കുഞ്ഞുള്ളത് കൊണ്ടേ ലേശം അകത്തോട്ട് ചെന്നാൽ തന്നെ പ്രശ്നമാ. അയ്യോ, എന്നാ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ആ, അവരെല്ലാം ആസ്വദിച്ച് അങ്ങോട്ട് കുടിക്കട്ടെ, എന്നിട്ട് നമുക്ക് പോയാ മതി. അതെ, ഈ കുടിക്കുന്ന പായസത്തിന്റെ തോതിനനുസരിച്ച് വയറ്റിനകത്ത് കിടന്ന് ബഹളം തുടങ്ങും. നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ടായിരിക്കും ഇതൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ടേ കണ്ണന്റെ വീട്ടിലെ ഭക്ഷണം കഴിച്ചിട്ട് വയറ് കേടായെന്ന് എല്ലാവരും കരുതും. ആ, അത് ശരിയാ. ആ, പായസം കുടിച്ചിട്ട് അവർക്ക് ഏനക്കേട് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് തന്നെ ഉണ്ടാവണമല്ലോ. അവരുടെ വീട്ടിൽ പോയി ഒരു ദിവസം കഴിഞ്ഞിട്ട് അവർക്ക് വയ്യാതെ വന്ന പ്രതികൾ പിന്നെ നമ്മളാവില്ലല്ലോ. എടാ, അതൊക്കെ ആലോചിച്ചിട്ടല്ലേ വൈദ്യരെ കൊണ്ട് ഇങ്ങനെ ഒരു കൂട്ടുണ്ടാക്കിച്ചത്. എടാ പ്രതാപ, പറമ്പിലേ മാങ്ങ മറ്റോ ഉണ്ടോടാ? അങ്ങനെയാണെങ്കിലേ മൂക്കും മാങ്ങ പറിച്ചു കൊടുക്കാനാണെന്നും പറഞ്ഞ് നമുക്ക് പറമ്പിൽ തന്നെ അങ്ങ് നിൽക്കാം. ഈ സമയത്ത് പെൺകുട്ടികൾക്ക് പച്ചമാങ്ങ വലിയ ഇഷ്ടമായിരിക്കുമല്ലോ. അത് ശരിയാ. ഞാൻ നോക്കട്ടെ. ഒരു ചെറിയ മാങ്ങ. മോള് വാ. പായസക്കൊതിച്ച് ഇപ്പൊ കുടിച്ചു തുടങ്ങി കാണും. കമലേശ്വരത്തെ വല്യേട്ടനും കൊടുത്തു കാണും അല്ലേ മുത്തശ്ശി? അവളുടെ അമ്മയുടെ പിറന്നാളല്ലേ, അതുകൊണ്ട് പിറന്നാൾ പായസം ഒരു ഗ്ലാസ്സെങ്കിലും കണ്ണൻ അവള് കൊടുക്കാതിരിക്കത്തില്ല. പിന്നെ കണ്ണിന് ഷുഗറിന്റെ അവസരമൊന്നുമില്ലല്ലോ. ഇല്ല, അയാളുടെ തലയ്ക്ക് അസുഖം, ഒരുതരം വല്യേട്ടൻ ചമയല്. അവള് വലിയ പായസ കൊതിച്ചയാ. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ച പായസം അവള് കുടിക്കും. പകുതി ഫ്രിഡ്ജ് വെച്ചിരിക്ക. 2 ലിറ്റർ പായസം പറഞ്ഞതാ. എനിക്ക് പായസത്തോടൊന്നും വലിയ താല്പര്യമില്ല. എന്തായാലും ഒരു ഗ്ലാസ് കുടിക്കാം. ഉം. ഹരി ഓം 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 ഹരി ഓം. അമ്മയുടെ പിറന്നാളായിട്ട് ഐശ്വര്യമുള്ളൊരു സ്വാമി തന്നെയാണല്ലോ വരുന്നത്. ഹരി ഓം ഹരി ഓം ഹരി ഓം ഹരി ഹരി ഓം ഹരി. ഇന്ന് മോളുടെ അമ്മയുടെ പിറന്നാളാണല്ലേ? അല്ല, അതെങ്ങനെ സ്വാമി അറിഞ്ഞത്? മോളുടെ കുടുംബക്ഷേത്രത്തിൽ എന്നും വരാറുള്ള ഒരു സിദ്ധയായ അമ്മയില്ലേ, ആ അമ്മ പറഞ്ഞതാ. മോളുടെ അമ്മയുടെ പിറന്നാളാണെന്നും ഇന്ന് അന്നദാനമുണ്ടെന്നും ഒക്കെ. അല്ല, പാൽപ്പായസ വഴിപാടൊക്കെ നടത്തിയിരുന്നു അല്ലേ? ആ, നടത്തി. പാൽപ്പായസം എനിക്ക് വലിയ ഇഷ്ടമാ. എത്ര കിട്ടിയാലും ഞാൻ കുടിക്കും. അതങ്ങ് കൊടുക്ക്. ദേ,
പാൽപ്പായസം ഗ്ലാസ്സിലേക്ക് പകർന്നപ്പോഴാ സ്വാമി വന്നത്. ദാ. അയ്യോ, ഇതിനൊട്ടും തണുപ്പില്ലല്ലോ. എനിക്ക് തണുത്തുറഞ്ഞ പാൽപ്പായസം ഭയങ്കര ഇഷ്ടമാ. ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചു കൊണ്ടുവരാമോ? അത് കുറച്ച് സമയം എടുക്കുമല്ലോ സ്വാമി. ഫ്രിഡ്ജിലെ പായസം ഇരിപ്പുണ്ട്, ഞാൻ അതെടുത്തോണ്ട് വരാം. എങ്ങനെയുണ്ട്? എഴുന്നേറ്റ് നടക്കാറായോ? ഏയ് ഇല്ല. വിഷമിക്കണ്ട, ആഗ്രഹിച്ചതുപോലെയൊക്കെ കാര്യങ്ങൾ നടക്കും. എല്ലാം ആ അമ്മ സ്വാമിയോട് പറയുന്നുണ്ടല്ലേ? പറഞ്ഞില്ലെങ്കിലും അതൊക്കെ ഞങ്ങളെപ്പോലുള്ളവർക്ക് അറിയാൻ പറ്റും. ഞങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥന നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. അമ്മ, അമ്പലത്തിൽ വെച്ച് കാണുന്ന ആ അമ്മ പറഞ്ഞു വിട്ടിട്ടാണെന്ന് തോന്നുന്നു. ഒരു നല്ല തേജസ്സുള്ളൊരു സ്വാമി വന്നിരിക്കുന്നു. സ്വാമിക്ക് പാൽപ്പായസം വേണോന്ന് പറഞ്ഞു, അതും തണുത്ത പാൽപ്പായസം. അത് കൊള്ളാലോ. നല്ല സിദ്ധനാ. തണുത്ത പായസം ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാ വന്നിരിക്കുന്നെ. ഇന്നത്തെ ദിവസം അങ്ങനെ വന്ന സ്ഥിതിക്ക് അദ്ദേഹത്തിന്റെ ആവശ്യം നടക്കട്ടെ മോളെ. എവിടെയാ വെച്ചിരിക്കുന്നെ? ഫ്രീസറിലാ? നോക്ക്. അമ്മേ, ആ കപ്പിങ് എടുത്തേ. ഇത് കുറച്ചുകൂടെ കഴിഞ്ഞ തണുത്തുറയും. അതാണല്ലോ അവള് കുടിക്കുന്നേ. അങ്ങനെ ശീലിച്ചു പോയി. അവൾക്ക് ചൂടുവെള്ളം കുടിക്കുമ്പോഴാണ് പോലും തൊണ്ടവേദന വരുന്നത്. അദ്ദേഹം ഒരു ഗ്ലാസ്സേ കുടിക്കത്തുള്ളായിരിക്കും. ബാക്കി കൊണ്ടോന്ന് വെക്കാം. അത് മതി. ഇനി മൊത്തം കുടിക്കണമെന്ന് പറയുകയാണെങ്കിൽ കുഴഞ്ഞത് തന്നെ. കുടിക്കുന്നെങ്കിൽ കുടിക്കട്ടെ. എന്നാലും പകുതി പായസം ഉണ്ടല്ലോ, അത് ഫ്രിഡ്ജിൽ വെക്കാലോ. അത് ശരിയാ. ശരിയമ്മേ, ഞാനിത് അദ്ദേഹത്തിന് കൊടുത്തിട്ട് വരാം. കുഞ്ഞുങ്ങളുണ്ടാകുമെന്ന യോഗം കൈരേഖയിലുണ്ടെങ്കിൽ അത് മായ്ച്ചു കളയാൻ പിന്നെ നമ്മളെ സൃഷ്ടിച്ച ശക്തിക്ക് പോലും കഴിയില്ല. അച്ഛായെന്ന് വിളിക്കാൻ ആള് വരും, സംശയമൊന്നും വേണ്ട. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പൂർണ്ണമായും വിശ്വസിക്കാം. ആ അമ്മ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവുന്നല്ലേ. വരൂ മോളെ, വരൂ. ആ അമ്മ പറഞ്ഞത് മാത്രമല്ല, മോന്റെ കയ്യിൽ കുഞ്ഞുങ്ങളുടെ രേഖ തെളിഞ്ഞു കിടപ്പുണ്ട്. പിന്നെ കുഞ്ഞുണ്ടായല്ലേ പറ്റൂ. തണുത്ത പായസം നന്നായി തണുത്തിട്ടില്ല, എന്നാലും ആവശ്യത്തിന് തണുപ്പുണ്ട്. മതി. ഏതായാലും തണുത്ത പായസം കിട്ടിയല്ലോ.
പുറത്തിറങ്ങി തന്നെ. ഹരിയോ പേടിക്കണ്ട. മോൾ അമ്മയാകാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടല്ലോ. ഈ ഭസ്മമിട്ട പായസം കുടിച്ചു കഴിഞ്ഞാൽ ഇത്തിരി വൈകിട്ടാണെങ്കിലും മോൾ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കും. ഇത് അനിയത്തിക്ക് കുടിക്കാൻ വെച്ചിരുന്ന പായസമായിരുന്നു. അതിനെന്താ, ദേ ഇത് പകുതിയല്ലേ ഉള്ളൂ. ഇതിന്റെ ബാക്കി പകുതി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചു കൊടുക്ക്. അത് ശരിയാ മഹി. ഒരു ഗ്ലാസ് കൂടി തരട്ടെ സ്വാമിക്ക്? വേണ്ട വേണ്ട, ഞാൻ ആഗ്രഹിച്ചതുപോലെ തണുത്ത പായസം കിട്ടിയല്ലോ. ഇനി ഇതിനകത്തുള്ള പായസം രണ്ടാളും കൂടി പകുത്തു കുടിക്കേ. മോൻ എത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം. അതിനുശേഷം നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഒരു ജീവിതമുണ്ടാകുമ്പോൾ പിന്നെ കാത്തിരിക്കേണ്ടി വരില്ല നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കാൻ. സർവേശ്വരന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാവും. ആഹാ, ഹരി ഓം ഹരി. പിറന്നാളുകാരി എത്തിയല്ലോ. എന്നെ അറിയോ സ്വാമി? പിന്നെ നിങ്ങളൊക്കെയാ ഞങ്ങളെപ്പോലുള്ളവരെ കാണാത്തത്. ഞങ്ങൾ എത്ര ദൂരെ ഇരുന്നാലും നിങ്ങളെയൊക്കെ കാണും, നിങ്ങളുടെയൊക്കെ കാര്യങ്ങൾ പറയും. ആ, അത് പറഞ്ഞപ്പോഴാ ആ അമ്പലത്തിൽ വെച്ച് കാണുന്ന അമ്മയെക്കുറിച്ച് എത്ര ചോദിച്ചാലും അമ്മ ഒന്നും പറയാറില്ല. അമ്മയുടെ താമസം എവിടെയാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. അതൊക്കെ എന്തിനാ നിങ്ങൾ അറിയുന്നത്? അമ്മയെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയാൻ വയ്യെങ്കിലും നിങ്ങളെക്കുറിച്ച് അമ്മയെല്ലാം അറിയുന്നുണ്ടല്ലോ. നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്തൊക്കെ അമ്മ മുന്നിൽ എത്തുകയും ചെയ്യുന്നുണ്ടല്ലോ. ദേ ഇപ്പൊ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു വിശേഷ ദിവസമാണെന്ന് പറഞ്ഞ് ആ അമ്മ തന്നെയല്ലേ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ആ അമ്മ തണുത്ത പായസ സ്വാമിക്ക് കൊടുത്തത്. അതിനകത്ത് സ്വാമി കുറച്ച് ഭസ്മം ഇടുകയും ചെയ്തു. അടുക്കളയിലിരിക്കുന്ന പായസം അമ്മ എടുത്ത് ഫ്രിഡ്ജിൽ വെക്ക. ശരി മോളെ. കരുണ വരുമ്പോ അവക്ക് തണുത്ത പായസം കിട്ടിയില്ലെങ്കിൽ ഇനിയിപ്പൊ അതിന്റെ പേരിലായിരിക്കും വഴക്ക്. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പൊക്കോട്ടെ. സ്വാമി, പിറന്നാൾ സദ്യ കൂടി കഴിച്ചിട്ട് പോയാ പോരെ? പിറന്നാൾ സദ്യ അമ്പലത്തിലുണ്ടല്ലോ. ഇന്ന് മോളുടെ പേരിലല്ലേ അവിടെ അന്നദാനം നടക്കുന്നത്. അത് ശരിയാണ്. ഞാനും മോള് കാണുന്ന അമ്മയും ഒന്നിച്ചിരുന്ന ഇന്ന് സദ്യ കഴിക്കാൻ പോകുന്നത്. അപ്പൊ പിന്നെ ഇവിടുന്ന് ഇനിയൊരു സദ്യ വേണ്ട. ആ, ഏതായാലും വന്നതല്ലേ. സ്വാമിക്കൊരു ദക്ഷിണ ദാമേ, അമ്മ കൊടുക്ക. തരുന്നത് ഞാൻ നിഷേധിക്കുന്നില്ല, പക്ഷേ ഒരു വെള്ളി രൂപ മതിയായിരുന്നു. അത് സാരല്ല സ്വാമി. ഹരി ഓം ഹരി. ഹരി ഓം ഹരി ഓം ഹരി. എന്നാൽ പിന്നീട് എവിടെയെങ്കിലും വെച്ച് കാണാം. അയ്യോ സ്വാമി, ഒരാഗ്രഹം കൂടി ഉണ്ടായിരുന്നു. എന്റെ ഇളയ മോളിവിടെയുണ്ട്. മോള് അമ്മയാവാൻ തയ്യാറെടുക്ക. മോളെ കൂടെ ഒന്ന് അനുഗ്രഹിക്കാമോ? അത് വേണ്ട. അമ്മയാകാൻ യോഗ്യതയില്ലാത്തവരെയും മൃഗത്തിന്റെ മനസ്സുള്ളവരെയും അനുഗ്രഹിച്ചാൽ ഞങ്ങൾക്കും തിരിച്ചടി കിട്ടും മോളെ. എന്നാ ശരി മോളെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. ഹരി ഓം ഹരി. ഹരി ഓം ഹരി. ഹരി ഓം ഹരി.
അമ്മയുടെ മോളാണ് കരുണ. അതുകൊണ്ട് ഇയാളെപ്പോലെ തന്നെ അമ്മ അവളെ സ്നേഹിക്കുന്നുണ്ടെന്നറിയാം. പക്ഷേ അവളുടെ പ്രവൃത്തികള് ദൈവത്തിന് നിരക്കാത്തതല്ലേ അമ്മേ? ആ അമ്മ, ആ അടുക്കളയിലിരിക്കുന്ന പായസം അമ്മ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്ക്. ആ വെച്ചേക്കാം മോളെ. എത്രയും പെട്ടെന്ന് അതെടുത്ത് വെക്കമ്മേ. ആ. അല്ലെങ്കിൽ ഇനി അവള് വരുമ്പോ അവളുടെ പായസം എടുത്തു എന്ന് പറഞ്ഞ് വെറുതെ ബഹളം ഉണ്ടാക്കും. ഓ ശരി മോളെ. സ്വാമി ഇട്ട് തന്ന ഭസ്മല്ലേ, അത് നന്നായിട്ട് ചേരട്ടെ. കണ്ണേട്ടാ കുടിക്ക്. എനിക്ക് കുറച്ച് മതി. തണുത്ത സാധനമൊന്നും ഞാൻ സാധാരണ കഴിക്കാറില്ലല്ലോ. എങ്കിലും സ്വാമി ഭസ്മയിട്ട് തന്ന പായസമല്ലേ, കുടിക്ക് കുടിക്ക്. താനാ അമ്മയാകേണ്ടത്. അതുകൊണ്ട് എന്നെക്കാൾ കൂടുതൽ പായസം കുടിക്കേണ്ടത് താനാ. അതെന്നോട് പറയണ്ട കണ്ണേട്ടാ, ഇതൊക്കെ ഒരു നിമിത്തായിട്ടാ ഞാൻ കരുതുന്നേ. നമ്മൾ പോലും അറിയാതെയാ ഇതുപോലുള്ള അവധൂതന്മാര് നമ്മുടെ അരികിലേക്ക് വരുന്നത്. അവരെന്തെങ്കിലും മുന്നിൽ കാണാതെ ഇതൊന്നും ചെയ്യില്ല. അതുകൊണ്ട് ഇത് മുഴുവൻ ഞാൻ കുടിക്കും. കണ്ടിട്ട് കുറച്ചുകൂടെ കുടിച്ചേ. എനിക്ക് മതിയടോ. കുറച്ചുകൂടെ കുടിക്ക്. എനിക്ക് മതി. ഇത് മൊത്തം ഞാൻ കുടിക്കും. ഈ പായസം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞിട്ടേ നാളെ മുതല് അത് പ്രവർത്തിച്ചു തുടങ്ങും. കുടിക്കടി, കുടിക്ക്. അവൻ കുറച്ചേ കുടിച്ചുള്ളൂ. പാൽപ്പായസ കൊതിച്ച് ആർത്തിയോടെ കുടിച്ചോണ്ടിരിക്കുക. കുടിക്കടി, കുടിക്കേ. ആരും കണ്ടില്ല. ഈ പ്രായത്തിലും അയലത്തെ വീട്ടിലെ മാവിന്റെ ചില്ലക്കൊമ്പി കയറിയാണ് ഞാൻ ഈ മാങ്ങ മുടിച്ചിരിക്കുന്നത്. നമ്മളെ ഇനി ഇത് കഴിക്കാതിരിക്കരുത്. കഴിച്ചോളാം. മാങ്ങ ഞാൻ എത്ര വേണേലും കഴിച്ചോളാം. എടാ പ്രതാപ, പായസമേ അവളുടെ കെട്ടിയവന്റെ ഉള്ളിൽ പോയടാ. അങ്ങേരെ ഒരു ഗ്ലാസ്സേ കുടിച്ചുള്ളൂ. പക്ഷെ അവള് കുടിച്ചോണ്ടിരിക്കുക. കുടിക്കട്ടെ കുടിക്കട്ടെ, കുടിച്ച് അവള് കറങ്ങി വീഴട്ടെ. അവള് കുടിക്കുന്ന ഞങ്ങള് കണ്ടല്ലോ. മിക്കവാറും നാളെ രാവിലെ തന്നെ അവൾ കേനക്കേട് തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നടക്കുന്നൊക്കെ അറിയാനായിട്ട് ഒരാൾ ആകാംക്ഷയോടെ ഇരിക്കുക. എന്റെ ഭർത്താവ്. ഞാൻ ഉണ്ണിയേട്ടനെ വിളിച്ച് ഒന്ന് വിവരം പറയട്ടെ. വിളിക്ക്.
അയ്യോ അവിടെ സന്തോഷം കണ്ടില്ലേടാ. ശ്ശോ. മോക്ക് മാത്രമല്ലല്ലോ അമ്മേ, കാര്യം നടത്തിയതിന്റെ സന്തോഷം നമുക്കും ഇല്ലേ? വളരെ ബുദ്ധിയോടെയാടാ ഞങ്ങൾ നീങ്ങിയത്. അല്ലാതെ നിങ്ങൾ ആണുങ്ങൾ ചെയ്യുന്ന പോലെ മണ്ടത്തരം ഞങ്ങൾ കാണിച്ചില്ലല്ലോ. കൃത്യമായിട്ട് പാൽപായസം വന്നു, അതിലും മരുന്ന് കലക്കുകയും ചെയ്തു. അതും എല്ലാം കുടഞ്ഞിട്ടു. അത്ര വേണ്ടെന്ന വൈദ്യര് പറഞ്ഞേ. കുടഞ്ഞിട്ടപ്പോ എനിക്ക് തോന്നി മൊത്തം അതിനകത്തിട്ട് കലക്കണമെന്ന്. മരുന്നിനെ മധുരം ആയതുകൊണ്ട് പാൽപ്പായസത്തിൽ മധുരം കൂടിക്കാണും. ആ പിന്നെ മധുരവും രുചിയൊക്കെ കൂടുവെന്നാ വൈദ്യര് പറഞ്ഞേ. അവള് അമ്പലപ്പുഴ പാൽപ്പായസം കുടിക്കുന്നതിനേക്കാൾ രുചിയോടെയായിരിക്കും അവള് കുടിച്ചത്. വിളിച്ചു പറഞ്ഞ മോളെ. പറഞ്ഞച്ചാ ഉണ്ണിയേട്ടൻ ആകെ സന്തോഷത്തില. ഇത്രയും നാള് മഹാലക്ഷ്മി മരിച്ചു, അവളെ കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ടേ അവള് സമയാകുമ്പോ തിരിച്ചു വരുമായിരുന്നു. പക്ഷേ ഇനി അങ്ങനെ ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. ഇനി അവളെ ആശുപത്രി കൊണ്ടുപോയാലും അവിടുന്ന് ആംബുലൻസില് വെള്ള പുതപ്പിച്ച് തന്നെയായിരിക്കും അവളെ കൊണ്ടുവരുന്നത്. ഇനി മോൾ അങ്ങോട്ട് പോയാ മതി, കൂടെ ഞങ്ങളും വരാം. അമ്മേ, എടാ എന്താടാ? പായസേ ഏട്ടത്തി മാത്രല്ല ഏട്ടനും കുടിച്ചു. കഷ്ടിച്ച് ഒരു ഗ്ലാസ് ഏട്ടൻ കുടിച്ചോളൂ. അവരാണ് വാരിക്കോരി കുടിച്ചത് ഏട്ടത്തി. എടാ എന്നിട്ട് മാറ്റം വല്ലതും കണ്ടു തുടങ്ങിയോ? ഇപ്പം മാറ്റമൊന്നും ഉണ്ടായില്ലെന്നല്ലേ പറഞ്ഞത്. പക്ഷേ നാളെയുടെ സംഗതി മാറി മാറി. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. ഒന്നും സംഭവിക്കാനില്ല അമ്മേ. നമ്മളെ വല്ലാതെ അങ്ങ് തോൽപ്പിക്കാൻ ശ്രമിച്ചവര് എല്ലാ അർത്ഥത്തിലും തോൽക്കാൻ പോവാ. അത്രത്തോളം ചിലരൊക്കെ നമ്മളായിട്ട് കഷ്ടപ്പെടുത്തിയത്. മോനെ, പല നേട്ടങ്ങൾക്കും വേണ്ടിയാ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ അനന്തുവിന്റെ കാര്യം അറിയാലോ. അവനും വക്കീല, കണ്ണനും വക്കീല. ആയിക്കോട്ടെ, ഈ മാർക്കൊന്ന് പറയുന്നവൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ ഗുണ്ടയാ. അവനെ പോലും ഞാൻ ഇനി പേടിക്കുന്നില്ല. കാരണം നമുക്കുണ്ടായ നഷ്ടമുണ്ടല്ലോ, അത് എത്രയാണെന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാ. എന്നെ കമ്പനിയിലൊരു സ്റ്റാഫാക്കിയാണെന്ന് പറഞ്ഞപ്പോ എന്റെ നെഞ്ചത്തൊരു ആണി തെറിച്ച് കയറിയതുപോലെയായിരുന്നു എനിക്ക്. അതിനപ്പുറം ഇനി എനിക്കൊന്നും സംഭവിക്കാനില്ല. മഞ്ജുവിനെയും സാഗറിനെയും തമ്മിൽ ഒന്നിപ്പിച്ചത് മാർക്കൊന്ന് പറയുന്നവനാ. അത് ഏട്ടത്തിന്റെ ബുദ്ധിയാണോന്ന് എനിക്ക് സംശയമുണ്ട്. അവരിപ്പോ സാഗറിനൊപ്പം പോയ മഞ്ജുവിനെ അവഗണിച്ച് നടക്കുക. പക്ഷെ അതിനു പിന്നിൽ ഒരു നാടകമുണ്ടെന്ന് പറയാൻ പറ്റില്ല അമ്മേ. എടാ അതാടാ എന്നെ ഒലച്ചു കളഞ്ഞത്. അതിനൊക്കെയുള്ള പ്രതികാര നമ്മളിപ്പോ ചെയ്തിരിക്കുന്നേ. ഇവിടെ നമ്മൾ കരുണയ്ക്കും അവളുടെ മുത്തശ്ശിക്കുവാ നന്ദി പറയണ്ടേ. അവര് വിധി നടപ്പാക്കി കഴിഞ്ഞു. ഈ പൂജാമുറിയിലിരിക്കുന്ന അയ്യപ്പ സ്വാമിക്ക് അമ്മ പറയുന്ന പോലെ എന്തെങ്കിലും ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് രക്ഷപ്പെടാൻ പറ്റൂ. എടാ അതൊരു ഭയമായിട്ട് ഉള്ളിൽ കിടക്കുക. ഇനി ഒരു ഭയത്തിന്റെ ആവശ്യമില്ല അമ്മേ. പാൽപായസത്തില് വീര്യമുള്ള വിഷമാണ് കലർത്തിയിരിക്കുന്നത്. അത് രണ്ടുപേരുടെ ഉള്ളിൽ പോയി കഴിഞ്ഞു. കണ്ണേട്ടന് ചിലപ്പോ മരണം സംഭവിച്ചെന്ന് വരില്ല. എന്നാൽ നമ്മളെല്ലാം ടാർഗറ്റ് ചെയ്യുന്നവൾ അങ്ങേറ്റം പോയാൽ 2 ദിവസത്തിനുള്ളിൽ ഹോസ്പിറ്റലാവും. ഉടനെ മരണവും സംഭവിക്കും. മോനെ, എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നടന്നു കഴിഞ്ഞാലേ നമുക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുള്ളൂ. ഇപ്പോഴും നല്ല ചങ്കിടിപ്പുണ്ട്. ഇനി ഉച്ചയ്ക്ക് സദ്യ കഴിഞ്ഞിട്ട് പിന്നെ രാത്രി കേക്ക് മുറിക്കുന്ന ചടങ്ങാ. അതൊക്കെ നന്നായിട്ട് ആഘോഷിക്കട്ടെ. അവരുടെ ജീവിതത്തിലെ അവസാനത്തെ സന്തോഷമായിരിക്കും ഇത്. അതുപോലെ തന്നെ അവരെ സ്നേഹിച്ച് കൊല്ലുന്ന അവരുടെ അമ്മ സന്തോഷത്തോടെ ആഘോഷിക്കുന്ന അവസാനത്തെ പിറന്നാളായിരിക്കും ഇത്. എന്റെ അമ്മായി അമ്മയുടെ അവസാനത്തെ പിറന്നാൾ.
അവള് മിടിക്കാച്ചാ കരുണ. ജനിച്ചപ്പോ മുതല് അവളുടെ മുമ്പിൽ ദാസിയായിട്ട് നിന്നവള് പടർന്ന് പന്തലിച്ച വേദന അവൾക്കുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തോടെ അവളിതെല്ലാം ചെയ്യുന്നത്. എടാ, ആരും കൂടുതലൊന്നും സന്തോഷിക്കണ്ട. കണ്ണന്റെ ആയുസ് എടുക്കാൻ അത്ര പെട്ടെന്നൊന്നും പറ്റില്ലടാ. അല്ലെങ്കിൽ അന്ന് ലോറി അവനും അവന്റെ അച്ഛനും സഞ്ചരിച്ചിരുന്ന ബൈക്കിലിടിച്ചപ്പോ അവന്റെ അച്ഛനൊപ്പം അവനും പോയേനെ. ഇവിടിപ്പോ മഹാലക്ഷ്മി എന്ന് പറയുന്ന പാതി മനുഷ്യനും പാതി ദൈവവുമായിട്ടുള്ള ഒരുത്തിയും കൂടെ അവനോടൊപ്പം കൂടിയപ്പോ അവനെ അവളെ തൊടാൻ പോലും പറ്റാതെയായി. അച്ഛാ, വിഷമരുന്ന് കലർന്ന പായസം അവന്റെ അവളുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞു. പാൽപായസം ഇഷ്ടപ്പെടുന്ന മഹാലക്ഷ്മി ഒരുപാട് കുടിച്ചെന്നാ ഉണ്ണിയോട് കരുണ പറഞ്ഞത്. പിന്നെ കണ്ണനും കുറച്ചൊക്കെ കുടിച്ചിട്ടുണ്ടെന്ന്. എന്തായാലും ഇത്തവണ മഹാലക്ഷ്മി രക്ഷപ്പെടത്തില്ല അച്ഛാ. എനിക്കെന്തോ പഴയ പോലെ ആത്മവിശ്വാസമില്ല. അച്ഛൻ നടുപിടിച്ചല്ലേ വീണത്, അല്ലാതെ തലയിടിച്ചൊന്നും അല്ലല്ലോ. പിന്നെന്താ അച്ഛന്റെ തല തിരിഞ്ഞു പോയത്? നിന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ എന്റെ തലയ്ക്ക് കുഴപ്പമില്ലാതെ നീ പറയുമെന്നറിയാം. പക്ഷേ കഴിഞ്ഞുപോയ സംഭവങ്ങളൊക്കെ ഉള്ളിത്തട്ടി കിടക്കുമ്പോ എനിക്കങ്ങനെ പറയാൻ പറ്റില്ലടാ. ഇവിടെ നമ്മൾ മാത്രമല്ലല്ലോ, മറ്റു 3 പേര് കൂടി ഉണ്ടല്ലോ. അവരൊക്കെ പിന്നെ ഇരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു മോനെ. ഓ, പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ കൂടെ തന്റെ അനിയത്തൊന്നും ഇരിക്കാറില്ലല്ലോ. അമ്മയുടെ പിറന്നാളായിട്ടെങ്കിലും അതിനൊരു മാറ്റം വരുത്തിക്കൂടായിരുന്നു? ഞാൻ നിർബന്ധിച്ചതാ. അവർക്ക് വരാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ ബലം പ്രയോഗിച്ച് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ മോനെ. അത് ശരിയാ. എന്നാ പിന്നെ നമുക്കിരിക്കാം. അമ്മ ഇരിക്കും. ശരി. LG കായം ഇപ്പോൾ 20% മോർ കായം എന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും.